ഇനി നമ്മൾ അടുത്ത നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠത്തെ നോക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഓരോ ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, ട്രിയാങ്കിൾ കൊടുത്തിട്ടുണ്ടാകും. എന്ത് വെച്ചിട്ടാണ് അവർ ത്രികോണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടാണ് ട്രിയാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് മീഡിയത്തെ കുട്ടികളാണെങ്കിലും മലയാളം മീഡിയത്തെ കുട്ടികളാണെങ്കിലും, മലയാളം മീഡിയത്തെ കുട്ടികൾക്കാണ് പ്രത്യേകം പറയുന്നത്, ട്രിയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണത്തിനെയാണ് ട്രിയാങ്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു ഇക്വേഷൻ ഫോമിലേക്കും എടുക്കുന്ന ഈ ടി കേട്ടോ. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് മാറ്റ് സ്റ്റിക്ക്. എന്താണ് മാറ്റ് സ്റ്റിക്ക്? മാറ്റ് സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീപ്പെട്ടിക്കൊള്ളി. എന്താണ്? തീപ്പെട്ടിക്കൊള്ളി. ഇതിൻ്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ ഈ ഫസ്റ്റ് ലെറ്റർ എം എന്ന് തിരഞ്ഞെടുക്കുക കേട്ടോ. അത് മറക്കരുത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. എം എന്താണെന്നുള്ളത് അറിയാതെക്കരുത്, ടിയും എന്താണെന്നുള്ളത് അറിയാതെക്കരുത് കേട്ടോ. അപ്പം എം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ടി ആണ്, ടി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ടി ആണ്, എം എന്ന് പറഞ്ഞാൽ മാറ്റ് സ്റ്റിക്കിൻ്റെ എം ആണ്. ഓക്കെ, അപ്പം നമുക്ക് കണക്കിലോട്ട് കിടക്കാം. ഇത് രണ്ടും മനസ്സിലാക്കണം കേട്ടോ. ഞാനിവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്, 2 ത്രികോണം, 3 ത്രികോണം. ഇവിടെ ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കൊള്ളി ആവശ്യമായി വന്നിട്ടുണ്ട്? നോക്കിക്കേ, 1, 2, 3 തീപ്പെട്ടിക്കൊള്ളി. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ 3 തീപ്പെട്ടിക്കൊള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 2 ത്രികോണം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര തീപ്പെട്ടിക്കൊള്ളി എടുത്തു? 1, 2, 3, 4, 5, 6 തീപ്പെട്ടിക്കൊള്ളി എടുത്തു. ഇവിടെ 3 ത്രികോണം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം. ഓക്കെ അല്ലേ? 9 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്പർ ഓഫ് ട്രിയാങ്കിൾ, ത്രികോണത്തിൻ്റെ എണ്ണം, നമ്പർ ഓഫ് മാറ്റ് സ്റ്റിക്സ്, തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണവും. അപ്പോൾ ഒരു ത്രികോണം വരക്കാൻ നമുക്ക് എത്ര തീപ്പെട്ടിക്കൊള്ളി ആവശ്യം വന്നു? 3 എണ്ണം. 2 ത്രികോണം വരക്കാൻ നമുക്ക് എത്ര തീപ്പെട്ടിക്കൊള്ളി ആവശ്യം വന്നു? 6 എണ്ണം. 3 ത്രികോണം വരക്കാൻ നമുക്ക് എത്ര തീപ്പെട്ടിക്കൊള്ളി ആവശ്യം വന്നു? 9 എണ്ണം അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 ത്രികോണം വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തീപ്പെട്ടിക്കൊള്ളി ആവശ്യം വരും? ഇതെന്തിൻ്റെ ടേബിളാണ്? 3ൻ്റെ. ഒരു 3, 3, 2, 3, 6, 3, 3, 9. അപ്പോൾ 4, 3, 12 വരും. 12 തീപ്പെട്ടിക്കൊള്ളി ആവശ്യം വരും അല്ലേ? അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് നമുക്ക് ത്രികോണത്തിൻ്റെ പരീക്ഷയ്ക്ക് ഇപ്പം നമുക്ക് ത്രികോണത്തിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ എണ്ണം തന്നിട്ട് തീപ്പെട്ടിക്കുള്ളിൽ എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കിതൊക്കെ എളുപ്പമാണ്. ത്രികോണം വരക്കാം. ഒരു ത്രികോണത്തിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ 1 വരച്ചിട്ട് എത്ര തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചു നോക്കിയാൽ മതി. എന്നാൽ വലിയ കണക്കൊക്കെ വരുമ്പോൾ ഇപ്പം നമ്മളോട് പറയുകയാണ് 10 ത്രികോണം വരക്കാൻ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണ്ടി വരും എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് 10 ത്രികോണം വരക്കാൻ കഴിയുമോ പരീക്ഷയ്ക്ക്? ഇല്ല. അപ്പോൾ അതിനൊരു ട്രിക്ക് ഉണ്ട്. എന്താണ്? ഇപ്പോൾ ഒരു ത്രികോണത്തിന് എത്ര തീപ്പെട്ടിക്കൊള്ളിയാണ്? 3 എണ്ണമാണ്. അത് നമ്മൾ എന്ത് ചെയ്താൽ 1ൻ്റെ കൂടെ 3 ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 3. 2ൻ്റെ കൂടെ 3 ഗുണിക്കുക. അപ്പോൾ 6 കിട്ടി. 3ൻ്റെ കൂടെ 3 ഗുണിച്ചപ്പം 9 കിട്ടി. 4ൻ്റെ കൂടെ 3 ഗുണിച്ചപ്പം 12 കിട്ടി. 10 ത്രികോണമാണെങ്കിൽ എത്ര തീപ്പെട്ടി ഉപയോഗിച്ചു എന്ന് കാണണമെങ്കിൽ 10ൻ്റെ കൂടെ 3 ഉപയോഗിക്കാം. 10 × 3 30 അല്ലേ? ഇനി 12 തീപ്പെട്ടിക്കൊള്ളിയാണ് ഉപയോഗിച്ചത്, 12 ത്രികോണമാണ് വരച്ചത് എന്നുണ്ടെങ്കിൽ അത് എത്ര തീപ്പെട്ടിക്കൊള്ളി ഉണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ എന്താണ്? 12 × 3 എത്രയായിരിക്കും? 12 × 3 ഗുണിച്ച് നോക്കാം. 12 × 3, 3, 2, 6, 1, 3, 3 എത്രയാണ്? 36 തീപ്പെട്ടിക്കൊള്ളികളാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ത്രികോണത്തിൻ്റെ എണ്ണം തന്നിട്ട് എത്ര തീപ്പെട്ടിക്കൊള്ളി എടുത്തു എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഗുണിക്കുക. ഈ പാഠത്തിൽ 2 ത്രികോണങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് 1ാമത്തെ രീതിയാണ് കേട്ടോ. ഇത് 1ാമത്തെ രീതിയിലുള്ള ത്രികോണമാണ്. ഇനി 2ാമത്തെ രീതിയിലുള്ള ത്രികോണം പറഞ്ഞു തരാം. അതിത് ശരിക്കും മനസ്സിലാക്കാം, എന്നിട്ട് 2ാമത്തേക്ക് പോകാം. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിനെ ഒരു എന്താ പറയുക, ലെറ്റർ മാക്സിൽ എഴുതണം, അതായത് അക്ഷരക്കണക്കിൽ എഴുതണം. എങ്ങനെ എഴുതാം? ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതായത് ത്രികോണങ്ങളുടെ എണ്ണം തന്നിട്ട് തീപ്പൊട്ടിക്കൊള്ളി എത്രണ്ണമാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റ് സ്റ്റിക്ക് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഏതാണോ കാണുന്നത് എം മാറ്റ് സ്റ്റിക്ക് മാറ്റ് സ്റ്റിക്ക് എത്ര ഉണ്ട്, തീപ്പെട്ടിക്കൊള്ളി എത്ര ഉണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏത് ഇക്വേഷനാണ്? T × 3
ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണം. ത്രികോണത്തിൻ്റെ അളവും ത്രികോണത്തിൻ്റെ അളവിൻ്റെ കൂടെ 3 ഗുണിക്കുക. മനസ്സിലായല്ലോ? എന്താണ്? തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഇക്വേഷന് മറക്കരുത്. തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം തന്നിട്ട് ത്രികോണങ്ങളുടെ എണ്ണം തന്നാൽ തീപ്പെട്ടിക്കൊള്ളി എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? M = T × 3 കേട്ടോ. ഇത് മറക്കരുത്. സൈഡിൽ വേണമെങ്കിൽ എഴുതി വെക്കാം. തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം കണ്ടുപിടിക്കാൻ. ഇതൊക്കെ എഴുതി വച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പം നോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും. കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ഇക്വേഷന് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ എന്ത് കിട്ടണം? നമുക്ക് ത്രികോണത്തിൻ്റെ എണ്ണം തരണം അല്ലേ? ത്രികോണത്തിൻ്റെ എണ്ണം അല്ലേ? ത്രികോണത്തിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ എണ്ണം × 3 ഗുണിച്ചാൽ എന്ത് കിട്ടും? തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം ഇതിനൊരു ഉദാഹരണം ഇപ്പോൾ മിസ് പറയുകയാണെങ്കിൽ 23 ത്രികോണം തന്നിട്ടുണ്ട്. എത്ര ത്രികോണമാണ്? 23 ത്രികോണം. ഇതിൽ എത്ര മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചു എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 23 ഗുണിക്കണം 3. 23 ഗുണിക്കണം 3 എത്രയാണ്? 3 3 9 2 3 6. എത്ര തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിക്കണം? 69 മാച്ച് സ്റ്റിക്ക് M അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി എന്ന് എഴുതിയാലും മതി കേട്ടോ. ഉപയോഗിക്കണം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇനി നോക്കിക്കേ, അടുത്തത് ഇപ്പോൾ അടുത്തുള്ള ഇമ്പോർട്ടൻ്റ് അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. ഇവിടെ തീപ്പെട്ടിക്കൊള്ളികളാണ് തന്നിട്ടുള്ളത്. ഇവ കൂട്ടി യോജിപ്പിച്ചിട്ടില്ല. തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, എത്ര ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഇങ്ങനെ ചോദ്യം ചോദിക്കാം പരീക്ഷയ്ക്ക്. അതായത് തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം തന്നിട്ട് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് തന്നിട്ട് ട്രയാങ്കിൾസിൻ്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണ്, ത്രികോണത്തിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 തീപ്പെട്ടിക്കൊള്ളികൾ, 2 കള്ളി വരക്കുക. തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം, ത്രികോണത്തിൻ്റെ എണ്ണം, നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഇവിടെ 3 തീപ്പെട്ടിക്കൊള്ളികളാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, 3 തീപ്പെട്ടിക്കൊള്ളികൾ. ഓക്കെ, തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം 3. എത്ര ത്രികോണം ഉണ്ടാക്കാം? ഒരു ത്രികോണം ഉണ്ടാക്കാം അല്ലേ? 6 തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടെങ്കിൽ എത്ര ത്രികോണം ഉണ്ടാക്കാം? 2 ത്രികോണം ഉണ്ടാക്കാം. 9 തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടെങ്കിൽ 3 എണ്ണം ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? 12 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം ഉണ്ടാക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയാം? ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ത്രികോണത്തിന് 3 തീപ്പെട്ടിക്കൊള്ളി, 2 ത്രികോണത്തിന് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? ത്രികോണങ്ങളുടെ എണ്ണം തന്നിട്ട് തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം കണ്ടുപിടിക്കാനാണ്. ഇവിടെ തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം തന്നിട്ട് ത്രികോണങ്ങൾ എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹരിക്കുക. മനസ്സിലായോ? അതായത് 3നെ എത്ര കൊണ്ട് ഹരിക്കണം? ത്രികോണത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. മനസ്സിലായോ? തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണത്തിന് എത്ര ത്രികോണമുണ്ട് അതുകൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് എത്ര ത്രികോണം വരക്കാം എന്നുള്ളത് അറിയാം. അതായത് 6നെ എത്ര കൊണ്ട് ഹരിക്കാം? 6നെ 3 കൊണ്ട് ഹരിക്കുക. അയ്യോടാ മാറി കേട്ടോ. 3 കൊണ്ട് ഹരിക്കുകയാണ് കേട്ടോ. 6നെ വീണ്ടും 3 കൊണ്ട് ഹരിക്കുക. മനസ്സിലായോ? 9നെ 3 കൊണ്ട് ഹരിക്കുക. 2നെയും 3 കൊണ്ട് ഹരിക്കുക. തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണത്തിനെ 3 കൊണ്ടാണ് ഹരിക്കേണ്ടത് കേട്ടോ. ത്രികോണത്തിൻ്റെ എണ്ണം അല്ല, സോറി മിസ് പറഞ്ഞ തെറ്റാണ്. തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണത്തിനെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ത്രികോണത്തിൻ്റെ എണ്ണം കിട്ടും. മനസ്സിലായില്ല? പരീക്ഷയ്ക്ക് തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം തന്നിട്ട് എത്ര ത്രികോണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 15 തീപ്പെട്ടിക്കൊള്ളി ഉണ്ട്. എത്ര ത്രികോണം വരക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 15നെ 3 കൊണ്ട് ഹരിക്കണം അല്ലേ? എങ്ങനെ ഹരിക്കുക? 15നെ 3 കൊണ്ട് 15നെ 3 കൊണ്ട് ഹരിക്കണ രീതി കാണിക്കുക. ഇപ്പോഴും ഹരണം അറിയാത്ത കുട്ടികളുണ്ട്. 3. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 3ൻ്റെ ഗുണന പട്ടിക ഒന്ന് ഇവിടെ സൈഡിൽ എഴുതാം. 1 3 3 2 3 6 3 3 9 4 3 12 5 3 15. ഓക്കെ, അപ്പോൾ 6 3 എത്ര വരിക? 18. അങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ് ഉള്ളത്?
15നെ 3 കൊണ്ട് ഹരിക്കുക. അതായത് 3ൻ്റെ ഗുണനപ്പട്ടികയിൽ 15 വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ. 15 എത്രയാണ് വരുന്നത്? 5 × 3 ആണ് 15. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്നിട്ടുള്ള ഈ 5 ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ മുകളിലിട്ട് കൊടുക്കുക. 5 × 3 എത്രയാണ്? 3 ഇവിടെ, ഈ 3 ഓൾറെഡി ഇവിടെ ഉണ്ട്, 15 ഉണ്ട്. അപ്പം എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ 15 നമ്മൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക? കുറച്ച് കൊടുക്കുക. 5 5 പോയാൽ 0, 1 പോയാൽ 0. എത്ര കിട്ടി? 5. 15 തീപ്പെട്ടി കൊള്ളി കൊണ്ട് മാച്ച് സ്റ്റിക്ക് കൊണ്ട് എത്ര ത്രികോണം വരക്കാം? 5 ത്രികോണം വരക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 27 തീപ്പെട്ടി കൊള്ളി കൊണ്ട് എത്ര ത്രികോണം വരക്കാം? എന്ത് ചെയ്യുക? 27നെ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഹരിക്കുക അല്ലേ. ഇതിനൊക്കെ ഗുണനപ്പട്ടിക അറിയണം, ഹരണം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ 5 3 15 ഇട്ടു. 6 3 18, 7 3 21, 8 3 24, 9 3 27, 10 3 30 ആണല്ലോ. അപ്പോൾ 27നെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. 27 ഹരിക്കണം 3 ഹരിച്ചു നോക്കാം. 27 വരുന്നുണ്ടോ? ഗുണന പട്ടികയിൽ ഉണ്ട് അല്ലേ. എത്രയാണ്? 9 3 ആണ് 27. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഫസ്റ്റത്തെ 9 മുകളിലേക്ക് ഇട്ട് കൊടുത്തു. 9 × 3 എത്രയാണ്? 27. വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. 7 7 പോയാൽ 0, 2 2 പോയാൽ 0. എത്ര ത്രികോണം ഉണ്ടാക്കാം? 27 തീപ്പെട്ടി കൊണ്ട് 27 മാച്ച് സ്റ്റിക്ക് കൊണ്ട് 9 ത്രികോണങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം തന്നിട്ട് ത്രികോണങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. T = m/3. ഈ ബൈ നിട്ടാൽ എന്താണ് അർത്ഥം? ഹരിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ത്രികോണം കാണാൻ തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണത്തിൽ നിന്നും 3 ഹരിക്കുക. മനസ്സിലായല്ലോ? ഇനി നോക്കിക്കേ, ഈ പാഠത്തിൻ്റെ 6ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. അതായത് ഇത് എത്ര ത്രികോണമുണ്ട്? ഒരു ത്രികോണം അല്ലേ. എത്ര തീപ്പെട്ടി ഉപയോഗിച്ചിട്ടുണ്ട്? 1 2 3. 3 തീപ്പെട്ടിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നോക്കിക്കേ, ഇവിടെ എത്ര ത്രികോണമുണ്ട്? 2 ത്രികോണം. എത്ര തീപ്പെട്ടി ഉപയോഗിച്ചിട്ടുണ്ട്? 1 2 3 4 5 എണ്ണേ ഉള്ളൂ അല്ലേ. കഴിഞ്ഞ ത്രികോണത്തിൽ 6 എണ്ണം ഉണ്ടായിരുന്നു. 2 ത്രികോണത്തിന് 6 തീപ്പെട്ടി കൊള്ളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നോക്കിക്കേ, ഇവിടെ എത്ര ത്രികോണമുണ്ട്? 1 2 3 4 5 ത്രികോണങ്ങളുണ്ട് അല്ലേ. 5 ത്രികോണത്തിന് എത്ര തീപ്പെട്ടി കൊള്ളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 തീപ്പെട്ടി കൊള്ളികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു ഒരു ത്രികോണത്തിന് 3 തീപ്പെട്ടിക്കൊള്ളി വേണം. അങ്ങനെയാണെങ്കിൽ 2 ത്രികോണം വരക്കണമെങ്കിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണം? 6 എണ്ണം വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 ത്രികോണത്തിന് എത്ര വേണ്ടി വരും? 9 എണ്ണം. ഇവിടെയാണെങ്കിൽ എത്രയാണ് വന്നിട്ടുള്ളത്? ഒരു ത്രികോണത്തിന് 3 എണ്ണം വേണം. 2 എണ്ണത്തിന് എത്രയാണ് വന്നിട്ടുള്ളത്? 2 എണ്ണത്തിന് എത്രയാണ് വന്നിട്ടുള്ളത്? 5 എണ്ണമാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 ത്രികോണത്തിന് എത്രയാണ് വരിക? ഇവിടെ 1 2 3 4 5 6 7 എണ്ണേ വരുന്നുള്ളൂ അല്ലേ. അതെന്താ അങ്ങനെ? വന്നത്? ഒരു ത്രികോണം സാധാരണ നമ്മൾ നേരത്തെ വരച്ച രീതി, ഒന്നാമത്തെ രീതിയിൽ ഒരു ത്രികോണത്തിന് 3 എണ്ണം, 2 ത്രികോണത്തിന് 6 എണ്ണം, 3 ത്രികോണത്തിന് 9 എണ്ണം. ഇപ്പം വരച്ച ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ത്രികോണത്തിന് 3 എണ്ണം, 2 ത്രികോണത്തിന് 5 തീപ്പെട്ടിക്കൊള്ളി, 3 ത്രികോണത്തിന് 7 തീപ്പെട്ടിക്കൊള്ളി അല്ലേ. അതെന്താണ്? ഇവിടെ കൂട്ടി ചേർത്തിട്ടാണ് വരച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ നമ്മൾ കൂട്ടി ചേർക്കാതെയാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു ത്രികോണം തന്നിട്ട് നിങ്ങളോട് കണക്ക് ചോദിക്കുകയാണ്. എന്താണ്? ത്രികോണങ്ങളുടെ എണ്ണം 1, തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം 3, 2 ത്രികോണമാണെങ്കിൽ 5 തീപ്പെട്ടിക്കൊള്ളി, 3 ത്രികോണമാണെങ്കിൽ 7 തീപ്പെട്ടിക്കൊള്ളി, 4 ത്രികോണമാണെങ്കിൽ 9 തീപ്പെട്ടിക്കൊള്ളി അല്ലേ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് 7 ത്രികോണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണ്ടി വരും? 7 ത്രികോണം ഉണ്ടെങ്കിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി യൂസ് ചെയ്യണം? എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കാം. ഈ നമ്പറുകൾ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കണം. നമുക്കിവിടെ ഒരു ഇക്വേഷൻ എഴുതാം. എന്താണ്? 2 × t + 1
2 ഈ 2 എന്നുള്ളത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല കേട്ടോ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണത്തിൻ്റെ എണ്ണം പ്ലസ് 1. ത്രികോണത്തിൻ്റെ എണ്ണത്തിൽ കൂടെ 2 ഗുണിക്കുക, എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തിൽ കൂടെ 1 കൂട്ടുക. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 1 അല്ലേ, ഒന്നാമത്തെ ഒരു ത്രികോണത്തിന് 3 തീപ്പെട്ടിക്കൊള്ളി. അപ്പം നമുക്ക് ത്രികോണത്തിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. അതായത് നമ്മളോട് എം കാണാൻ, അതായത് തീപ്പെട്ടിക്കൊള്ളി എത്ര ഉണ്ട് കണ്ടുപിടിക്കാനുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ത്രികോണത്തിന് തീപ്പെട്ടിക്കൊള്ളി എത്ര ഉണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. 2 × 2 നമ്മൾ മാറ്റാൻ പറ്റില്ല. ത്രികോണം എത്രയാണ്? 1 പ്ലസ് 1. 2 × 1 എത്രയാണ്? 2 അല്ലേ, പ്ലസ് 1 എത്രയായിരിക്കും? 3 വരും. അതായത് 2 × 1 2 പ്ലസ് 1 എത്രയാണ്? 3 തീപ്പെട്ടിക്കൊള്ളിയാണ്. ഇനി രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ പറയാം. ഇനി നമുക്ക് രണ്ടാമത്തെ തീപ്പെട്ടിക്കൊള്ളിക്ക് നമ്മൾ 5 എണ്ണം എടുത്തു. അത് കറക്റ്റാണോ നോക്കാം. 2 × എത്രയാണ് ത്രികോണം? ടി എത്രയാണ്? 2. 2 × 2 പ്ലസ് 1. 2 2 4 പ്ലസ് 1 എത്ര കിട്ടും? 5 കിട്ടിയില്ലേ? അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു 7 ത്രികോണത്തിന് എത്ര തീപ്പെട്ടിക്കൊള്ളി എടുക്കേണ്ടി വരും? എങ്ങനെ ചെയ്യാം? 2 × 7 പ്ലസ് 1. 2 × 7 എത്രയാണ്? ഒരു 7, 2 7 14 പ്ലസ് 1 എത്ര കിട്ടും? 15 കിട്ടും. അപ്പോൾ 7 ത്രികോണം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണം? 15 എണ്ണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്തരത്തിലുള്ള ത്രികോണം നിങ്ങൾ മിസ്സിൻ്റെ കുട്ടികൾ എഴുതി വെക്കുക. ഇങ്ങനെയുള്ള ത്രികോണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ത്രികോണങ്ങളുടെ തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 × t പ്ലസ് 1. ഇതാണ് ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അക്ഷരക്കണക്കിൽ എഴുതിയിട്ടുള്ളത്, ലെറ്റർ മാക്സിൽ എഴുതിയിട്ടുള്ള ഫോം. 2 × t പ്ലസ് 1. ഇത് മറക്കരുത്. ഇങ്ങനത്തെ ത്രികോണത്തിൻ്റെ തീപ്പെട്ടിയുടെ എണ്ണം കണ്ടുപിടിക്കാൻ, ഇങ്ങനത്തെ ത്രികോണത്തിൻ്റെ എം അതായത് തീപ്പെട്ടി മാറ്റ് സ്റ്റിക്കിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 × t പ്ലസ് 1. അതായത് നിങ്ങൾ നോക്കിക്കേ, ഇത്തരത്തിലുള്ള ത്രികോണം, ഇങ്ങനെയുള്ള ത്രികോണത്തിൻ്റെ എണ്ണം തന്നാൽ തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 × t പ്ലസ് 1. മനസ്സിലായോ? അതായത് ഇങ്ങനത്തെ 10 ത്രികോണം തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ 10 ത്രികോണം തന്നിട്ടുണ്ട്. കൂട്ടി യോജിപ്പിച്ച മിക്സ് ചെയ്തിട്ടുള്ള 10 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഇതിന് എത്ര തീപ്പെട്ടിക്കൊള്ളി വേണ്ടി വരും, എത്ര മാറ്റ് സ്റ്റിക്ക് വേണ്ടി വരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 മാറ്റരുത് കേട്ടോ, 2 എപ്പോഴും അങ്ങനെ തന്നെ വേണേ. 2 × എത്രയാണ്? ടി എത്രയാണ്? ടി എന്ന് പറഞ്ഞാൽ ത്രികോണം എത്രയാണ് തന്നിട്ടുള്ളത്? 10 പ്ലസ് 1. 2 × 10 എത്രയാണ്? 20 പ്ലസ് 1 എത്രയാണ്? 21. മനസ്സിലായോ? 21 തീപ്പെട്ടിക്കൊള്ളിയാണ്. നമുക്ക് 10 ത്രികോണം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണം? 21 തീപ്പെട്ടിക്കൊള്ളിയാണ് വേണ്ടത്. നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തീപ്പെട്ടിക്കൊള്ളീൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. അതായത് 21 തീപ്പെട്ടിക്കൊള്ളി ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. എത്ര ത്രികോണം ഉണ്ടാക്കാം? ഇപ്പം നമുക്ക് 10 ഇവിടെ തന്നതുകൊണ്ടാണ് നമുക്ക് 10 എന്ന് കിട്ടുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? അതായത് ടി കണ്ടുപിടിക്കാൻ, ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണം തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം തന്നിട്ട് ത്രികോണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എത്രയാണ്? അതായത് ഇത്തരത്തിലുള്ള ത്രികോണം കേട്ടോ, ഇങ്ങനത്തെ ത്രികോണം കണ്ടുപിടിക്കാനുള്ളതാണ്. എത്രയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടി സമം m മൈനസ് 1/2. അതായത് എം എത്രയാണ്? തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം എം എത്രയാണ് തന്നിട്ടുള്ളത്? 21. അതായത് 21 മൈനസ് 1/2. 21 നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 20. 20/2. 20/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 20നെ 2 കൊണ്ട് ഹരിക്കുക. 2ൻ്റെ ഗുണപട്ടികയിൽ എത്രയാണ് 20 വരുന്നത്? 10 × 2 ആണ് 20. കുറച്ചു 0, 2 2 പോയാൽ 0. മനസ്സിലായല്ലോ? അപ്പോൾ 10 കിട്ടി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 61 മാറ്റ് സ്റ്റിക്ക് ഉണ്ട്. എത്ര ത്രികോണം ഉണ്ടാക്കാം? ടി എത്ര ഉണ്ടാക്കാം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? എങ്ങനെ ചെയ്യണം?
61 മൈനസ് 1/2. 61 1 പോയാൽ എത്രയാണ്? 61 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60/2 ആണ്. 60നെയാണ് നമ്മൾ 2 കൊണ്ട് ഹരിക്കേണ്ടത്. 2ൻ്റെ ഗുണപട്ടികയിൽ 6 എത്രയാണ്? 3 2 6. മൈനസ് ചെയ്തു. 6 6 പോയാൽ 0. ഈ 0 ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 0 ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എത്ര തീപ്പെട്ടി ഉണ്ടാക്കാം? 61 തീപ്പെട്ടിക്കുള്ളി കൊണ്ട് 30 ത്രികോണം ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഹരിക്കാൻ അറിയണം കേട്ടോ. ഇത് എങ്ങനെ ഹരിക്കേണ്ടത് മനസ്സിലായി? ഈ ഹരണരീതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇപ്പം 60 ഹരിക്കണം 2 ആണെന്നുണ്ടെങ്കിൽ 2ൻ്റെ ഗുണപട്ടികയിൽ 6 എടുക്കുക. 60 അല്ല എടുക്കേണ്ടത്, 6 എടുത്ത് നോക്കുക. 6 എത്രയാണ് 2ൻ്റെ ഗുണപട്ടികയിൽ വരുന്നത്? 3 3 2 6. എന്നിട്ട് കുറക്കുക. 6 6 പോയാൽ 0. ഈ 0 ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 0 മുകളിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ 30 ഹരിക്കണം 3 ആണെന്ന് വിചാരിച്ചോളൂ. 3ൻ്റെ ഗുണപട്ടികയിൽ 3 എത്രയാണ്? അപ്പോൾ നമുക്ക് 10 3 30 എന്നറിയാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഒരു 3 ഇട്ട് കൊടുത്തു, കുറച്ചു. 3 3 പോയാൽ 0. ഈ 0 ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മനസ്സിലായോ? എന്നാൽ എന്താ പറയുക, 90 ഹരിക്കണം 3 ആയിക്കോട്ടെ. എങ്ങനെ ഹരിക്കുക? 3ൻ്റെ ഗുണപട്ടികയിൽ 9 എത്രയാണ് വരുന്നത്? 3 3 9 അല്ലേ? 3 3 9. മൈനസ് ചെയ്താൽ എത്ര വരും? 9 9 പോയാൽ 0. ഈ 0 ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? താഴേക്ക് 0 ഇട്ട് കൊടുത്തിട്ട് സംഖ്യകളില്ലെങ്കിൽ നമ്മൾ നേരെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് മനസ്സിലാക്കണേ.